പ്രേക്ഷകരെ ഗുഡ് ഈവനിംഗ്. ഹൈ ഫൈവ് ആരംഭിക്കുകയാണ്. ഇടത് മുന്നണി മന്ത്രിസഭയിലെ മികച്ച മന്ത്രിമാരിൽ ഒരാളാണ് KB ഗണേഷ് കുമാർ എന്ന കാര്യത്തിൽ ആർക്കും ഒരെതിരഭിപ്രായവും ഉണ്ടാകാനിടയില്ല. മന്ത്രി ആയിരുന്നപ്പോഴും ആയിരിക്കുമ്പോഴും ഒക്കെയും ഭരിച്ച വകുപ്പുകളിൽ തന്റെ കയ്യൊപ്പ് ചാർത്തിയ മന്ത്രി തന്നെയാണ് KB ഗണേഷ് കുമാർ. അഭിനയത്തിലായാലും രാഷ്ട്രീയത്തിലായാലും തുറന്ന നിലപാടുകളാണ് എന്നും KB ഗണേഷ് കുമാറിൻ്റേത്. ഇന്ന് കേരളത്തിൽ ചർച്ചയാകുന്ന വാർത്താ വിഷയം അത് ഗണേഷ് കുമാറിന്റെ കുടുംബകാര്യമാണ്. ആ കുടുംബകാര്യം ഇപ്പോൾ രാഷ്ട്രീയ വിഷയവുമാണ്. അതിലേക്കാണ് ആദ്യം ഹൈ ഫൈവ്. ഒരു കുടുംബ കലഹം. വിവാദങ്ങൾക്ക് തുടക്കം. ശ്രീലേഖയോട് ഗണേഷ് കുമാറിന്റെ ഭാര്യ ബിന്ദു പറഞ്ഞ ചില സ്വകാര്യ കാര്യങ്ങൾ ശ്രീലേഖ ഒരു ഓൺലൈൻ മാധ്യമത്തോട് പറഞ്ഞതോടെയാണ് വാളകത്തെ വീട്ടിൽ ഗണേഷ് കുമാറിനെ വളരെ മോശം സാഹചര്യത്തിൽ കണ്ടു. ഫോട്ടോ അടക്കം എല്ലാ തെളിവുകളും ഉണ്ടെന്നാണ് ഗണേഷ് കുമാറിന്റെ ഭാര്യ പറഞ്ഞത്. എന്നാൽ സൈബർ ഇടങ്ങളിൽ തനിക്കെതിരായ സംഘടിത ആക്രമണം നടക്കുന്നു എന്നായിരുന്നു ഈ വിവാദത്തിൽ മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞത്. പിന്നിൽ കോൺഗ്രസ് ആണ്, തനിക്കൊന്നല്ല 5000 പ്രണയങ്ങൾ ഉണ്ടെന്നും മന്ത്രി പറയുന്നു. ഇതിന് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നും പ്രതികരണം വന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത് ഇത് പരിതാപകരമായ അവസ്ഥയാണെന്നാണ്. നമുക്ക് ഇനി പ്രതികരണങ്ങളിലേക്ക് പോകാം. പക്ഷെ അതിനു മുൻപ് ഈ വാർത്തയുടെ വിശകലനങ്ങളുമായി സുജിത് ചന്ദ്രൻ നമുക്കൊപ്പം തത്സമയം ചേർന്നുണ്ട്. സുജിത് ചന്ദ്രൻ, ഗുഡ് ഈവനിങ്. ഇപ്പൊ നമ്മള് ഭാര്യയുടെ പ്രതികരണം കേട്ട് കഴിഞ്ഞു. അതിന് മന്ത്രി നൽകിയ മറുപടി കേട്ടു. പ്രതിപക്ഷം ഈ വിഷയത്തെ ശക്തമായി ഏറ്റെടുത്തിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് അതേപോലെ മഹിളാ കോൺഗ്രസ് ഒക്കെയും ഈ വിഷയം ഏറ്റെടുത്ത് കഴിഞ്ഞു. രണ്ട് കാര്യങ്ങളുണ്ട് ഇതിൽ. ഒന്ന്, മന്ത്രി ഇത് പ്രണയമെന്ന് പറയുമ്പോഴും ഭാര്യ ഒരു ക്രിമിനൽ ആക്ടിവിറ്റി ഉന്നയിക്കുന്നുണ്ട്. രണ്ടാമത്തേത്, ഇത് തിരഞ്ഞെടുപ്പ് കാലമാണ്. അപ്പൊ തിരഞ്ഞെടുപ്പ് കാലത്ത് പ്രതിപക്ഷം ഈ വിഷയത്തെ ഗൗരവപൂർവ്വം ഏറ്റെടുക്കുകയാണ്. ഇപ്പോൾ പരാതി അടക്കം വന്നിരിക്കുന്നു. അപ്പോൾ ഒരു കുടുംബ കലഹമായി മാത്രം ഇതിനെ കാണാൻ കഴിയുമോ, അതോ മന്ത്രി പ്രതിരോധത്തിലാവുകയാണോ? കാരണം പോലീസിനെ അടക്കം ഭാര്യയുടെ മൊഴി അനുസരിച്ച്, ഭാര്യ പറയുന്നതനുസരിച്ച് ഭാര്യ പ്രതിക്കൂട്ടിലാക്കിയിട്ടുണ്ട്. സേതു, രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, മന്ത്രി പ്രതിരോധത്തിലാവുകയാണോ എന്ന് ചോദിച്ചാൽ മന്ത്രി കുറച്ചൊക്കെ പ്രതിരോധത്തിലാവുകയാണ്. കാരണം ഇത് ഒരു ഇലക്ഷൻ കാലമാണ്. രണ്ട്, ഇതൊരു ക്രിമിനൽ പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ ഇതൊരു ക്രിമിനൽ ആക്ടിവിറ്റി അല്ല. അതായത് ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് തന്നെ ഇവിടെ ഉന്നയിക്കപ്പെടുന്ന ഒരു കുറ്റകൃത്യത്തിൻ്റെ ഗ്രൗണ്ടിൽ, കുറ്റകൃത്യമെന്ന് ആരോപിക്കപ്പെടുന്ന സംഭവത്തിൻ്റെ ഗ്രൗണ്ടിൽ അഡൾട്ടറിയാണ്. അഡൾട്ടറി ഒരു കുറ്റകൃത്യമായി ഇന്ത്യൻ നിയമം ഇപ്പോൾ കണക്കാക്കുന്നൊരു വിഷയമല്ല. ഇത് എക്സ്ട്രീംലി പേഴ്സണലായിട്ടൊരു മാറ്ററാണ്, ഒരു കുടുംബ പ്രശ്നം മാത്രമാണ്. പക്ഷേ പൊതുപ്രവർത്തകർ പാലിക്കേണ്ട, അവരുടെ പൊതുജീവിതത്തിൽ പാലിക്കേണ്ട ചില ധാർമ്മിക മര്യാദകളില്ലേ, പബ്ലിക് മൊറലില്ലേ, ഒബ്സിനിറ്റിയെ സംബന്ധിച്ച സങ്കല്പങ്ങളില്ലേ എന്ന് ചോദിച്ചാൽ അതുണ്ട്. പക്ഷേ അതേസമയം നിയമപരമായി ഇത് എടുക്കുകയാണെങ്കിൽ ഇതൊരു കുറ്റകൃത്യമേ ആവുന്നില്ല. കാരണം ആദ്യം പറഞ്ഞതുപോലെ അഡൾട്ടറിയെ ഇന്ത്യൻ നിയമങ്ങൾ ഇപ്പോൾ കുറ്റകൃത്യമായി കണക്കാക്കുന്നില്ല. ഇതിൽ കുറ്റകൃത്യം, അതായത് ഇതൊരു കുറ്റം ആരോപിക്കാവുന്നത് ഒന്നുകിൽ ഗണേഷിൻ്റെ ഭാര്യയ്ക്കാണ്, അല്ലെങ്കിൽ ഇതിൽ ഇൻവോൾവ് ആയി എന്ന് പറയപ്പെടുന്ന, മിനിസ്റ്ററോടൊപ്പം ഇൻവോൾവ് ആയി എന്ന് പറയപ്പെടുന്ന സ്ത്രീയുടെ ഭർത്താവിനാണ്. ഇവർക്ക് രണ്ടുപേർക്കും വേണമെങ്കിൽ നിയമ നടപടി സ്വീകരിക്കാം. പക്ഷേ അതൊരു ഡിവോഴ്സിൻ്റെ ഗ്രൗണ്ടിൽ മാത്രമേ സ്വീകരിക്കൂ. അതായത് ഒരു ഡിവോഴ്സിന് ആവശ്യമായിട്ടുള്ള നിയമ നടപടികൾക്കായി ഇതിലേക്ക് പോകാം. ഇതിൽ പബ്ലിക് ഇൻട്രസ്റ്റ് ഇല്ല തന്നെ. കാരണം ഇന്ത്യയിൽ പരസ്പര സമ്മതത്തോടെയുള്ള വിവാഹേതര ബന്ധങ്ങൾ ക്രിമിനൽ കുറ്റമല്ല. 2018 ജോസഫ് ഷൈൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിൽ സുപ്രീം കോടതി ഇത് കുറ്റമല്ലാതാക്കിയിട്ടുണ്ട്. IPCയിലെ സെക്ഷൻ 497 ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് ഇതിലേക്കൊരു കുറ്റം ആരോപിക്കുക എന്ന് പറഞ്ഞാൽ, ഒരു പക്ഷേ ഈ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ മന്ത്രിയെ കണ്ടു എന്നും മറ്റുമാണ് പരാതി ഉന്നയിച്ചതായി പറയുന്നത്. അത് ഒരു മൊബൈൽ ഫോണിൽ ആ സാഹചര്യം പകർത്തപ്പെട്ടു എന്നും പറയുന്നു. ആ ഫോൺ പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത്. അവിടെ ഒരു കയ്യേറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഗാർഹിക പീഡനത്തിൻ്റെ പരിധിയിൽ വരും. എന്നാൽ നമ്മുടെ പ്രതിനിധി സനീറ്റയുമായി മന്ത്രിയുടെ പാർട്ട്ണർ, മന്ത്രിയുടെ വൈഫ് സംസാരിക്കുകയുണ്ടായി. ഒരു കയ്യേറ്റം ഉണ്ടായിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ആ മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങിച്ചിട്ടുണ്ട് എങ്കിൽ അത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഡിവോഴ്സ് പെറ്റീഷൻ വരികയാണെങ്കിൽ അവിടെ തെളിവ് നശിപ്പിക്കലിന് കാര്യമായ ഗ്രൗണ്ടിലുള്ള ഒരു ആരോപണമായി അതും വരും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ
ഇലക്ഷൻ അടുത്ത കാലമാണ്. ഡെഫിനറ്റായിട്ടും ഇത് ഓപ്പോസിറ്റായിട്ടുള്ള ഓപ്പോസിഷനിൽ നിൽക്കുന്ന രാഷ്ട്രീയ സംഘടനകളൊക്കെ തന്നെ കോൺഗ്രസും BJPയും ഒക്കെ ഇത് ഉപയോഗിക്കും. പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ രംഗത്തെത്തിക്കഴിഞ്ഞു. മഹിളാ കോൺഗ്രസ് നേതാവ് ജബി മേത്തർ ഇത് ഏറ്റെടുത്ത് ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞു. അങ്ങനെയൊക്കെ ഇതൊരു ചർച്ചാ വിഷയമായി നിലനിർത്താൻ ശ്രമിക്കുമെങ്കിലും ഇതിനകത്ത് 3 കാര്യങ്ങൾക്കുണ്ട്. ഒന്ന്, ഇതിലൊരു റേപ്പ് ഇൻവോൾവ് അല്ല. 2, ഇതിൽ ട്രേഡിംഗ് ഓഫ് സെക്സ് അല്ലെങ്കിൽ സെക്സിന് പണം കൊടുക്കലോ അതുപോലെ എന്തെങ്കിലും സംഭവങ്ങൾ ഇൻവോൾവ് അല്ല. പിന്നെ 3, ഇതിൽ ഇൻവോൾവ് ആയിരിക്കുന്നത് ഒരു പക്ഷേ ഈ മന്ത്രിയുടെ പാർട്ട്ണർക്കോ അല്ലെങ്കിൽ ഈ വിഷയത്തിലുണ്ടെന്ന് പറയപ്പെടുന്ന സ്ത്രീക്കോ സ്ത്രീയുടെ ഭർത്താവിനോ മറ്റോ ഉന്നയിക്കാവുന്ന ഒരു അഡൾട്ടറി ആരോപണമാണ്. പക്ഷേ മന്ത്രി അദ്ദേഹത്തിൻ്റെ പബ്ലിക് ലൈഫ് ഒരു തുറന്ന പുസ്തകമായിട്ടൊക്കെ പറയുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ അവസാനം വന്ന പ്രതികരണവും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ധാരാളം പ്രണയങ്ങൾ എനിക്കുണ്ട്. ഇത് പ്രണയമാണോ അല്ലെങ്കിൽ പ്രണയേതരമായിട്ടുള്ള മറ്റേതെങ്കിലും ബന്ധമാണോ എന്നൊക്കെയുള്ള ചർച്ചകൾ വരും. അങ്ങനെ പൊതുധാർമ്മികതയെ സംബന്ധിച്ചും അല്ലെങ്കിൽ ആ ചുറ്റുപാടിലൊക്കെ ഇതിൽ ചർച്ചയായേക്കാം. ആ ചുറ്റുപാടിൽ ഇതൊരു പക്ഷേ ഒരു ചെറിയ വിഭാഗം വോട്ടർമാരെ സ്വാധീനിച്ചേക്കാം. പക്ഷേ ഇത് നിയമപരമായി നിലനിൽക്കുന്ന ഒരു പ്രശ്നമല്ല. 3-ാമത്തെ കാര്യം, മന്ത്രി പോലീസിനെ ക്ഷണിച്ചു വരുത്തിയെന്ന് പറയുന്നു. പോലീസ് വന്നാൽ പോലീസ് എന്താണ് ചെയ്യേണ്ടത്? മന്ത്രിയുടെ ഒരു പ്രൈവറ്റ് സ്പേസിനകത്തേക്ക് പോലീസിന് കയറാൻ പറ്റുമോ? കയറാൻ പറ്റില്ല. അവിടെ ഉഭയസമ്മതം ഉള്ളതാണെങ്കിൽ, ഈ ആരോപിക്കപ്പെടുന്ന തരം സാഹചര്യമാണെങ്കിൽ മറ്റൊരു പരാതിയും അവിടെ നിലനിൽക്കാത്തൊരു പ്രൈവസിയിലേക്ക് പോലീസിനും കയറി ചെല്ലാൻ പറ്റില്ല. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയമായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപിക്കപ്പെട്ടത് 1 അല്ല 2 അല്ല 3 ബലാത്സംഗ പരാതികളാണ്. കൂടുതൽ പരാതികൾ വരാൻ. സുചന്ദ്രൻ, ശരി, പറഞ്ഞ പോലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയമായിട്ടൊന്നും ഒരു സാമ്യമോ ഒരു താരതമ്യമോ അതൊന്നും ഇല്ലാത്ത വിഷയമാണ്. അത് ഒന്ന് പ്യുവർ ബലാത്സംഗ കേസും മറ്റൊന്ന് ഇത് അതുമായിട്ടൊന്നും താരതമ്യം ഇല്ലാത്തൊരു വിഷയമാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമുക്ക് ഇനി ഈ വിഷയത്തിൽ മന്ത്രി KB ഗണേഷ് കുമാറിൻ്റെയും ഒപ്പം പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ ഈ വിഷയത്തിലെയും രണ്ടുപേരും പ്രതികരണം ഒന്ന് കേൾക്കാം. പത്തനാപുരത്തെ നിയമമണ്ഡലത്തിൽ ഇത്തരം കഥകൾക്ക് യാതൊരു പ്രസക്തിയില്ല. ബാലകൃഷ്ണപിള്ള സാറിൻ്റെ മോനാണെന്ന് മാത്രം അറിയാവുന്ന ഒരു ചെറുപ്പക്കാരൻ പത്തനാപുരത്ത് എൻ്റെ മത്സരിക്കുമ്പോൾ എന്നെപ്പറ്റി പറയാത്ത അസഭ്യമില്ല. അന്ന് എൻ്റെ ഭാര്യയായിരുന്ന സ്ത്രീ എന്നെപ്പറ്റി 25 പേജുള്ളൊരു പുസ്തകം അടിച്ച് തിരുവനന്തപുരം കുടുംബ കോടതി കൊടുത്തിട്ട് അത് ഈ വീടുകളിലെല്ലാം വിതരണം ചെയ്തതാണ്. ഗണേഷ് കുമാറിന് 1 5000 പ്രണയമുണ്ട്. എല്ലാം സ്നേഹമാണ്. കാരണം പ്രണയമില്ലാത്തവൻ പൊട്ടനാണ്. അവന് തലയ്ക്ക് എന്തെങ്കിലും അസുഖം കാണും. ഒരാൾക്ക് 5000 പ്രണയം ഉണ്ടാകുന്നത് അയാളുടെ വ്യക്തിപരമായ കാര്യമാണ്. അത് നമ്മളൊന്നും അതിൽ ഇടപെടാൻ പറ്റില്ല. പക്ഷേ ഇത് വ്യക്തിപരമല്ല, ഇത് സ്ത്രീയുടെ പരാതിയാണ്. ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ ഒരു സ്ത്രീയുടെ പരാതിയാണ്. ഒരു സ്ത്രീയെ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫാണ് ആക്രമിച്ചത് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം. എന്നിട്ട് പോലീസിനെ വിളിക്കുന്നു, പോലീസ് വരുന്നു, പോലീസ് ഒന്നും ചെയ്യാതെ അവരുടെ പരാതി പോലും കേൾക്കാതെ അവരെ രക്ഷപ്പെടുത്താതെ അവർ മടങ്ങിപ്പോകുന്നു. അവർ ഓടി പുറത്തിറങ്ങി അവരാണ് രക്ഷപ്പെടുന്നത് സ്വയം. ഓക്കെ, അപ്പോൾ ഒരു തിരഞ്ഞെടുപ്പ് കാലത്ത് ഒടുവിൽ മന്ത്രിയുടെ കുടുംബകാര്യം നാട്ടിൽ ഒരു രാഷ്ട്രീയ വിഷയമാക്കി മാറ്റിയിരിക്കുന്നു പ്രതിപക്ഷം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ചുരുക്കമായി നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം.